നമസ്കാരം. നവീൻ ബാബു കേസിൽ പി ദിവ്യയുടെ ഗൂഢാലോചന തെളിയിക്കുന്ന വ്യക്തമായ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കണ്ണൂർ മുൻ ADM നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ല എന്നും കൃത്യമായ ഗൂഢാലോചന നടത്തിക്കൊണ്ടാണ് ADMനെ മരണത്തിലേക്ക് തള്ളിവിട്ടത് എന്നും തെളിയിക്കുന്നതാണ് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ ഗീത IASന്റെ റിപ്പോർട്ട്. നവീൻ ബാബുവിന്റെ ആത്മഹത്യക്ക് പിന്നാലെ അദ്ദേഹം കൈക്കൂലി വാങ്ങി എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. പെട്രോൾ പമ്പിന് അനുമതി നൽകുന്നതിനായി നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്നായിരുന്നു ആരോപണം. എന്നാൽ ഇതിന് തെളിവില്ല എന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. പി ദിവ്യ യാത്രയയപ്പ് ചടങ്ങിനെത്തിയത് കൃത്യമായ ആസൂത്രണത്തോടെയാണ് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ദിവ്യയുടെ ആവശ്യപ്രകാരമാണ് പ്രസംഗത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയത് എന്ന പ്രാദേശിക ചാനൽ പ്രതിനിധിയുടെ മൊഴിയാണ് ദിവ്യയ്ക്ക് ഇപ്പോൾ കുരുക്കായത്. കൃത്യമായ ആസൂത്രണത്തോടെ ചടങ്ങിൽ പങ്കെടുത്ത ദിവ്യ താൻ മറ്റൊരിടത്തേക്ക് പോകും വഴി വിവരമറിഞ്ഞ് എത്തിയതാണ് എന്നായിരുന്നു പ്രതികരിച്ചത്. ഒക്ടോബർ 11-നായിരുന്നു നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് ചടങ്ങ് നടത്താൻ ആദ്യം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ അന്ന് അവധി പ്രഖ്യാപിച്ചതിനാൽ 14-ാം തീയതിയാണ് യാത്രയയപ്പ് ചടങ്ങ് നടത്തിയത്. അന്ന് പലതവണ പി ദിവ്യ കളക്ടറെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. രാത്രിയിലെ ഫോൺ സംഭാഷണത്തിൽ കളക്ടറുടെ ഓഫീസ് സ്റ്റാഫിനെതിരെ സുപ്രധാന വിവരം പങ്കുവെക്കാനുണ്ട് എന്ന് ദിവ്യ പറഞ്ഞതായി കണ്ണൂർ കളക്ടർ അരുൺ K. വിജയനും മൊഴി നൽകിയിരുന്നു. ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെ താൻ വിലക്കിയിരുന്നുവെന്നും എന്നാൽ ദിവ്യ ചടങ്ങിലെത്തുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കളക്ടറോ മറ്റുദ്യോഗസ്ഥരോ ക്ഷണിക്കാതെയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്ന പി ദിവ്യ ADMന്റെ യാത്രയയപ്പ് യോഗത്തിലേക്ക് എത്തിയത്. യോഗത്തിലേക്ക് ദിവ്യയെ വിളിച്ചിരുന്നില്ല എന്ന് കളക്ടറും അസോസിയേഷൻ സെക്രട്ടറിയും ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറെ അറിയിച്ചു. മാത്രമല്ല, യോഗം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ദിവ്യയുടെ സഹായി കളക്ടറുടെ ഓഫീസിൽ പലതവണ വിളിച്ച് യോഗം ആരംഭിച്ചോ എന്ന് അന്വേഷിക്കുകയും ചെയ്തു. യാത്രയയപ്പ് തുടങ്ങുന്നതിന് അല്പം മുൻപ് പി ദിവ്യ കളക്ടറെ ഫോണിൽ വിളിച്ചുകൊണ്ട് കളക്ടറേറ്റിലേക്ക് വരികയാണ് എന്ന് പറഞ്ഞു. വേണ്ട എന്നാവശ്യപ്പെട്ടതായാണ് കളക്ടർ അരുൺ K. വിജയന്റെ മൊഴിയിലുള്ളത്. പിന്നീടാണ് യോഗത്തിനെത്തുന്നതും ഈ വഴി പോകുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പി ദിവ്യ വിവാദ പ്രസംഗം നടത്തുന്നതും. തികച്ചും ആസൂത്രിതമായിരുന്നു പി ദിവ്യയുടെ ക്ഷണിക്കപ്പെടാതെയുള്ള വരവും വാക്കുകളും എന്നാണ് ഈ റിപ്പോർട്ട് വിരൽ ചൂണ്ടുന്നത്. പരിപാടി ചിത്രീകരിക്കാൻ ആവശ്യപ്പെട്ടതും വീഡിയോ കൈപ്പറ്റിയതും ദിവ്യയാണ് എന്ന് പറയുന്ന കണ്ണൂർ വിഷൻ പ്രതിനിധികളുടെ മൊഴിയും റിപ്പോർട്ടിലുണ്ട്.